മന്ത്രി എം.ബി. രാജേഷ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഈ കെ സുധാകരന്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് സംഘപരിവാർ ആളുകൾ ഈ സർവകലാശാല സെനറ്റിൽ ഉൾപ്പെട്ടതിനെ അനുകൂലിച്ചാണ് ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ഇതിനുള്ള മറുപടി? അല്ല, അത് മറുപടി യഥാർത്ഥത്തിൽ പറയേണ്ടത് KPCC പ്രസിഡന്റാണ്. എങ്ങനെയാണ് സുധാകരൻ എപ്പോഴും KPCCയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്നത്? അദ്ദേഹം KPCCയുടെ പ്രസിഡന്റാണോ അതോ അദ്ദേഹത്തെ നിയോഗിച്ചത് ഹൈക്കമാൻഡാണോ അതോ BJP ആണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം. ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും? പ്രസ്താവന ഇറക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണോ അതോ BJPക്ക് വേണ്ടിയിട്ടാണോ? പ്രതിപക്ഷ നേതാവ് എന്താ മൗനം പാലിക്കുന്നത്? കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണോ ഇത്? ഇനി ഔദ്യോഗിക നിലപാടല്ല എന്ന് കരുതുക. ഔദ്യോഗിക നിലപാടല്ലെങ്കിൽ അദ്ദേഹത്തെ KPCC പ്രസിഡന്റായിട്ട് നിലനിർത്താമോ? നടപടിയെടുക്കണ്ടേ? പുറത്താക്കണ്ടേ? അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ തന്നെ ഈ സെനറ്റിൽ ഉൾപ്പെട്ടതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനസ്സിലായില്ല, എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ സെനറ്റില് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആളുകൾ ഉണ്ട് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് അതിൽ തെറ്റില്ല എന്നാണല്ലോ. സംഘപരിവാറുകാരെല്ലാം യോഗ്യരാണെന്നും സംഘപരിവാർ ആവുക എന്നത് തന്നെ ഒരു യോഗ്യതയാണ് എന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ പിന്നെ വേറെന്ത അന്വേഷണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. അവരെ നിയമിച്ചതിൽ നോമിനേറ്റ് ചെയ്തതിൽ തെറ്റില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് അത് അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ അധ്യക്ഷന് ഗവർണർ BJP RSS നിർദ്ദേശപ്രകാരം അനർഹരായ ആളുകളെ, അതും അർഹരുടെ പട്ടിക വെട്ടി അനർഹരായ ആളുകളെ, അവരാരൊക്കെ നമ്മൾ കണ്ടു. കൊലക്കേസ് പ്രതിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ യോഗ്യരാണെന്നും യോഗ്യരാവാനുള്ള മാനദണ്ഡം സംഘപരിവാർ ആവുക എന്നതാണെന്നും അതിലൊരു തെറ്റുമില്ല എന്നും പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് പറയുന്നു. പ്രതിപക്ഷ നേതാവ് മൗനം കൊണ്ടത് ശരിവെക്കുന്നു. ഏതായാലും കെ സുധാകരന്റെ വിവാദ പ്രസ്താവനയിൽ പാർട്ടി അക്കാര്യം, അതായത് കോൺഗ്രസ് അക്കാര്യം കൂടുതൽ വ്യക്തമാക്കണമെന്നുള്ളതാണ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.